അടയൊന്നും ചേർക്കാതെ പാലട പായസം പോലെ തന്നെ നല്ല രുചിയുള്ള ഒരു അടിപൊളി പായസമാണ്. ഈ ഓണത്തിന് നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റാർ ആവട്ടോ, അത്രക്കും ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 3 ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ 3 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വേവിച്ചെടുത്ത ശേഷം അതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ തരിതരിയായിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ക്യാരറ്റ് ഇങ്ങനെ തരിതരിയായിട്ടൊന്നും കിടക്കാൻ പാടില്ല, ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമ്മൾ പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് മുഴുവനായിട്ടും ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, എല്ലാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. ഇനി 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ, പാസ്ത. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോവരുത്, ഇതുപോലെ തരിതരിയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല കുറുകി മക്രോണിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു വേവുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇത് കണ്ടോ, ഇതുപോലെ മക്രോണിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസാണെങ്കിലും ചൂടാറി കഴിയുമ്പോൾ പാകത്തെ തിക്നെസ്സിൽ കിട്ടും കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പായസം കുടിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചിയുള്ള അടിപൊളി പായസമാണ്. പാലടയുടെ അതേ ഒരു ടേസ്റ്റിൽ വരും കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റിൻ്റെ കുടിക്കാൻ, വെറുതെ കുടിക്കാനും പപ്പടം കൂട്ടി കുഴച്ച് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. താങ്ക്